ഹായ് നമസ്കാരം. പ്രിയപ്പെട്ടവരെ. നിലമ്പൂർ യുദ്ധം, നിലമ്പൂർ ഇനി യുദ്ധകാഹളമായി മാറുകയാണ്. നമ്മുടെ PV അൻവർ ഒരു വശത്ത്, ആര്യാടൻ ഷൗക്കത്ത് മറുവശത്ത്, സുരാജ് വേറൊരു സൈഡിൽ, BJPയുടെ സ്ഥാനാർത്ഥി വേറൊരു സൈഡിൽ. ഇപ്പം ദാ വരുന്നു നമ്മുടെ തോക്ക് സ്വാമി, യഥാർത്ഥ സനാതന ധർമ്മി, യഥാർത്ഥ ഹിന്ദുക്കൾക്ക് വേണ്ടി പുതിയ പ്രസ്ഥാനവുമായിട്ട് നമ്മുടെ തോക്ക് സ്വാമി രംഗത്തേക്ക് ഇറങ്ങാണ്. ഇത് മെയിനായിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് BJPയെ തന്നെയാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളോട് മെക്കിട്ട് കയറാനും, സുരേഷ് ഗോപിക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും അറിയത്തില്ല. ഇവിടുന്ന് എഴുതി കൊടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതങ്ങ് പാർലമെന്റിൽ പോയിട്ട് ഛർദ്ദിക്കലാണെന്നൊക്കെ പറയുന്നത് നമ്മളാരുമല്ല, ഈ പറയുന്ന നമ്മുടെ തോക്ക് സ്വാമി. അതായത് ഇവിടുത്തെ RSSകാരനാണ്, സ്വയം സേവ സംഘകനാണ്. 8ാം ക്ലാസ് മുതൽ സ്വയം സേവ സംഘത്തിൽ വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി സിനിമയിൽ മാത്രം തോക്കെടുത്തിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ തോക്കെടുത്ത് വിളയാടിയിട്ടുള്ള ഒരൊന്നാം തരം സനാതനിയും ഒരൊന്നാം തരം കറ തീർന്ന സ്വയം സേവ സംഘകനുമാണ് നമ്മുടെ തോക്ക് സ്വാമി എന്നുള്ള മനസ്സിലാക്കുക. ഭദ്രാനന്ദ. അപ്പോൾ എന്തായാലും ഭദ്രാനന്ദ നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് മാധ്യമ പ്രവർത്തകരോട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ചേട്ടനെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ BJPയുടെ രക്ഷകനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജിയെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ. സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട, കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ അത് അനുഭവിച്ച് മടുത്തിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ആ സ്ഥലത്ത് താമസിച്ച് അവിടെ ജീവിച്ച് കേരളത്തിന്റെ നന്മമരമായി, തൃശ്ശൂരിന്റെ നന്മമരമായി, ആ തൃശ്ശൂരിന്റെ നന്മമരത്തെ കുറിച്ചിട്ട് ഒരുപാട് സത്യങ്ങൾ തോക്ക് സ്വാമിക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം അത് പൊട്ടിക്കത്തില്ല എന്നാണ് പറയുന്നത്. പിന്നൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ കേരളത്തിന്റെ ഭൂപടത്തിൽ പോലും കാണത്തില്ല എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ തോക്ക് സ്വാമി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ ഹിന്ദു. ഈ ഹിന്ദുവാണ് ഈ കേരളത്തിൽ വേണ്ടതെന്നാണ് നമ്മുടെ തോക്ക് സ്വാമിയുടെ ഒരു അവകാശവാദം. എന്താണെങ്കിലും തോക്ക് സ്വാമി എന്ന് വിളിക്കുന്നത് അത്ര വലിയ ഷെയിം ആണെന്നൊന്നും എനിക്ക് തോന്നില്ല. അത് ക്രെഡിറ്റ് തന്നെയാണ്. ഇപ്പം എന്നെ ആ പേര് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം. കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻ്റ് അറിയിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ലെന്നാണ്. സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്. താല്പര്യമില്ല. എന്താ ഇവിടെയുള്ളൊരു അടിമകളും പട്ടികളുമാണോ? ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു BJPയെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. അതും ഉപയോഗിച്ചു. അതും അനാവശ്യ മത്സരം എന്നുള്ള വാക്കും, അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റിൽ സംസാരിച്ചാൽ അത് പൊളിറ്റിക്സ് ആവില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ഇലക്ഷനും പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഈ കുറേ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിൻ്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ആണോ? വിചാരധാര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വെച്ചത്. ഇവരെല്ലാം സംഘത്തിൻ്റെ മക്കളാണ്. സംഘത്തിൽ OTCയും എല്ലാം കഴിഞ്ഞവർ തന്നെയാണ്. ഞാനടക്കം സ്വയം സേവനാണ്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം. അപ്പം 100% നമ്മളിവിടെ ബാക്കിയുള്ള നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പം സിംഹം വേട്ടയാടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ ചുറ്റും പല മൃഗങ്ങളുണ്ടാവും. കഴുത കാണും, കടുവ കാണും, പുലി കാണും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവൻ ലക്ഷ്യം വെക്കുന്ന ഒന്നിനാണെങ്കിൽ അവനിൽ അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സനാതനധർമ്മത്തെ വിറ്റ് കാശാക്കി, സനാതനധർമ്മം എന്തെന്നറിയാതെ ഹിന്ദുത്വത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരുടെ മുന്നിൽ ഇവിടെ കിട്ടുന്ന നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ കപട BJPക്കാരുടെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയായിട്ട് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്കിതിൽ പറയാനില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ലെന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സാധനം എനിക്ക് പറയേണ്ടി വരും. പക്ഷെ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കുറേ ഈക്വൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഈക്വൽ പാർട്ടിക്കാരെന്നാണ്, എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം. അദ്ദേഹം ആരാ ഇങ്ങനെ ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ? അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ?
അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയുക? അദ്ദേഹത്തെ ഞാൻ തന്നെ ഒരിക്കൽ ഒരു തൃശ്ശൂരിലൊരു കുഞ്ഞിന് ഭാവൻ സ്കൂളിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ്, അതായത് ഭാവൻസിൻ്റെ 2 ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കുടുംബം വന്നു, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ XMB എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പാഡ് ഞാൻ അടിക്കില്ല. അതാണോ രാഷ്ട്രീയക്കാരൻ? അതാണോ ഒരു ജനനേതാവ്? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. നിങ്ങൾ എന്നെ ഇപ്പം ട്രിഗർ ചെയ്യരുത്. ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാം. കുറച്ച് സാധനമുണ്ട്, ഞാൻ പിന്നീട് പറയാം. താങ്ക് യു. സ്വാമി ഭദ്രാനന്ദ്, പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്, തോക്കുസ്വാമി എന്നും വിളിക്കാറുണ്ട്. അല്ല, ഏതിൽ വിളിച്ചാൽ തോക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സാധനമാണല്ലോ. ധർമ്മത്തിന് വേണ്ടി ഇപ്പോൾ തീവ്രവാദം നടത്തുന്ന ഇതിനല്ലല്ലോ നമ്മൾ തോക്കെടുത്ത്. അന്ന് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു. ഇന്നിപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു തോക്കെടുത്തിരിക്കുക. അതാണ് ഇവിടെ പത്രിക സമർപ്പിച്ചത്. അന്നത്തെ തോക്ക് വേറെ, ഇന്നിപ്പോൾ രാഷ്ട്രീയ തോക്കെടുത്തിരിക്കുക. തോക്കുസ്വാമി, it's not a bad name. It's something, it's unique, right? How many Swamis are here in this country owning that kind of name? Nobody is there. So it's a privilege for me. അപ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഭദ്രാനന്ദ എന്ന് പറയുന്ന നമ്മുടെ തോക്കുസ്വാമി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്, സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖർ ജിക്കും ഒന്നും ഒരു പൊളിറ്റിക്സും അറിയത്തില്ല, ഇവർക്കൊക്കെ മാധ്യമങ്ങളോട് മെക്കിട്ട് കയറാനേ അറിയത്തുള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല, അത് പിന്നീട് ഒരു അവസരം വരുമ്പോഴത്തേക്ക് ഞാൻ അത് പറയാം എന്നാണ് പറയുന്നത്. അങ്ങനെ പൊട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഭദ്രാനന്ദയുടെ തോക്കുസ്വാമിയുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സുരേഷ് ചേട്ടൻ മറന്നു പോകാതിരിക്കുക. ഇനി ഇവരുടെ ലക്ഷ്യം മറ്റ് പാർട്ടികളെ തകർക്കുക എന്നുള്ളതല്ലത്. ഈ കപട ഹിന്ദുത്വവാദികളായിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്നവർ സനാതന ധർമ്മത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുജിയെയോ ഒന്നും അംഗീകരിച്ചിട്ടല്ല ഇവരൊന്നും മുന്നോട്ട് പോകുന്നത്. 8ാം ക്ലാസ് മുതൽ സ്വയം സേവ സംഘടനായിട്ട് രംഗത്ത് വന്നിട്ടുള്ള സ്വാമിയാണ് ഈ പറയുന്നുള്ള സുരേഷ് ചേട്ടാ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നലെ പൊട്ടിമുളച്ച് പാർട്ടിക്കകത്ത് വന്നിട്ടുള്ള. അപ്പം നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം അതൊരു അനാവശ്യ മത്സരമാണെന്നാണ്. പക്ഷേ 8 നിലയിൽ പൊട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷം, അതല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ്, ഈ 2 പാർട്ടികളല്ലാതെ കേരളത്തിൽ ആരും ക്ലച്ച് പിടിക്കാൻ പോകുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ശുഭ സൂചനയായിട്ട് ഇത് കൂട്ടുക. കാരണം കേരളത്തിൽ BJPയിൽ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഉള്ളിച്ചേട്ടൻ ഈ സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലും ശക്തിയുള്ള ഒരു സാധനമാണ് കേരളത്തിൽ ഈ പാർട്ടിയെ നയിക്കാൻ വരുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇതുപോലെ ഭൂലോക മണ്ഡനായിട്ടുള്ള ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഈ പാർട്ടിയിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണും. നമ്മുടെ അന്നക്കുട്ടി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയൊക്കെ വളർന്ന് പന്തലിക്കും. വലിയ ആഘോഷത്തോടെയാണ് ഇവരെയൊക്കെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. എന്തായാലും തോക്കുസ്വാമി നാമനിർദ്ദേശ പത്രിക കൊടുത്തത് ഇവിടെ ജയിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവർക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഇവിടുത്തെ കപട ഹിന്ദുത്വവാദികളായിട്ടുള്ള BJPയുടെ കർണത്തേക്കുന്ന അടിയാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിലമ്പൂർ യുദ്ധം അങ്ങോട്ട് തുടങ്ങട്ടെ, കാഹളം മുഴങ്ങട്ടെ, അങ്ങോട്ട് ആരവങ്ങൾ ഉയരട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിലമ്പൂരിൻ്റെ ഒരു അവസ്ഥ. നമ്മുടെ KT ജലീൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. KT ജലീലിന്റെ പക്ഷമാണോ, സ്വരാജിന്റെ പക്ഷമാണോ, അതോ ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തിന്റെ പക്ഷമാണോ, അതോ ഇനി തോക്കുസ്വാമിയുടെ കൂടെ ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും